1300 ക്രിസ്തുവിന് മുൻപ്. 400 വർഷങ്ങളായി ഹീബ്രൂക്കൾ ഈജിപ്തിന് അടിമകളായിരുന്നു. അവരെ അടിമത്വത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിനായി ഒരു നേതാവിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ഫറോ വാസേത്തിയുടെ കീഴിൽ ഈജിപ്ത് ലോകത്തിലെ ഏറ്റവും ശക്തിമത്തായ സാമ്രാജ്യങ്ങളിൽ ഒന്നായി മാറി. Exodus, Gods and Kings. ഫറോ രാജകൊട്ടാരം. അത് ശരിയാണ്. ഹിറ്റൈറ്റ് സൈന്യത്തിന്റെ കാദേശിന് പുറത്ത് തമ്പടിച്ചിരിക്കുന്ന 10,000 സംഘങ്ങളുണ്ട്. അതാ മനസ്സിലാവാത്തത്. ഇത് എന്തിനാണ്? ഹിറ്റൈറ്റുകൾ നമ്മുടെ അതിർത്തി കടക്കണമെന്ന് താല്പര്യപ്പെടുന്നു. അതല്ലാതെ വേറെ ഒരു കാരണവും ഉണ്ടാവില്ല. എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് നമ്മൾ അവരെ ആക്രമിക്കാൻ പോകുന്നു എന്നും നമ്മുടെ ആക്രമണത്തെ ചെറുക്കാൻ അവർ തയ്യാറാവുകയായിരുന്നു. എന്നാൽ അത് സത്യമല്ല. ഒരു കാര്യം എനിക്ക് വ്യക്തമാണ്. ഹിറ്റാറ്റ് സൈന്യത്തിന് നമ്മുടെ കൊട്ടാരത്തിന്റെ വാതിൽ വരെ വരാൻ സമ്മതിച്ചിട്ട് എന്നിട്ട് അവരുമായി പോരിടുവാൻ എനിക്കൊട്ടും താല്പര്യമില്ല. വരൂ. അവയവങ്ങൾ എന്ത് വിവരമാണ് നൽകുന്നത്? ഇതിൽ നിന്ന് വിവരങ്ങളൊന്നും കിട്ടുകയില്ല. സൂചനകൾ ലഭിക്കും. അത് വ്യാഖ്യാനിച്ചെടുക്കണം. എന്നാൽ വേഗം അതിന്റെ മറുപടി തരൂ. ഈ പോരിൽ നമ്മൾ വിജയിക്കുമോ തോൽക്കുമോ എന്നുള്ള മൊഴി നൽകുക. അത് വ്യക്തവുമല്ല. വേറൊരു സൂചന ലഭിച്ചിട്ടുണ്ട്. യുദ്ധഭൂമിയിൽ ഒരു നേതാവ് രക്ഷപ്പെടും. അയാളുടെ യോദ്ധാവ് ഒരു നാൾ നേതാവാകും. അവയവങ്ങൾ പറയുമായിരിക്കുമല്ലേ നമ്മള് നീതി കൈവിടുമെന്നും ശകുനം അനുസരിച്ച് നടക്കുമെന്നും. എല്ലാ കഴിവുകളുമുള്ള സെഗ്മെന്റ് ഫാരോ ആയ ഞാൻ അവസാനമായി പോരാടാൻ പോകുന്ന യുദ്ധത്തിൽ വിജയിക്കുവാൻ ഞാനിത് കഴിക്കുന്നു.